നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇറച്ചി ചോറാണ്. വെൽക്കം ടു ദ വീഡിയോ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇറച്ചി ചോറാണ്. അത് കുക്കറിൽ ഉണ്ടാക്കുന്ന ഇറച്ചി ചോറാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചിക്കൻ ഒരു 300 ഗ്രാം കഴുകി വൃത്തിയാക്കിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കൻ കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, അടുത്തതായിട്ട് ഒരു 12 അല്ലി വെളുത്തുള്ളി, 1.5 ഇഞ്ച് കഷ്ണമുള്ള ഇഞ്ചി, 2 പച്ചമുളക്. ഈ പച്ചമുളക് ഈ മൂന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടിയുള്ള പേസ്റ്റാണിത്. ഗ്യാസ് കത്തിച്ച് കുക്കർ ഗ്യാസിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. അടുത്തത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്. അടുത്തതായി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നല്ല പച്ചമുളകിൻ്റെ പച്ചമണവും ഇഞ്ചിയുടെ മണം ഇതെല്ലാം ആവുന്നത് വരെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചിക്കൻ ചോറ് തയ്യാറാക്കുന്നതിന് ഒപ്പം തന്നെ റോയൽ കുക്ക് എന്നുള്ള ബിരിയാണി അരി കഴുകിയെടുത്താണ് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 20 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം കുക്കർ 2 കപ്പ് റോയൽ കുക്ക് ബിരിയാണി അരി കുതിരാൻ വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഊറ്റിയെടുക്കാം. അതിനൊപ്പം തന്നെ ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കാരണം പച്ചമുളകിൻ്റെ മണവും പച്ചച്ചൊവയും എല്ലാം പോകണമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചേരുവകളെല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരെ അടിച്ചു കൊടുക്കാം. കോഴി ആവുകൊണ്ട് ഒരു വിസിലോ അല്ലെങ്കിൽ വെന്തിട്ടില്ല വെച്ചാൽ ഒരു വിസിലും കൂടി ആവാം. അതുകൊണ്ട് കുക്കറിലൊന്ന് വിസിൽ വന്നിട്ട് തുറന്ന് നോക്കാം. വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കുക്കർ ഓപ്പൺ ചെയ്യാൻ. ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചിക്കൻ മാത്രമായിട്ട് കോരിയെടുക്കാം. അതിലത്തെ ഗ്രേവി റൈസിന് ആവശ്യമായ വെള്ളത്തിനായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഈ കപ്പിൽ അരി 2 കപ്പ് എടുത്തത് കാരണം ഈ കപ്പിൽ 3 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. 1 കപ്പ് ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 കപ്പ് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് 3 കപ്പ് വെള്ളം വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നേരത്തെ ചിക്കൻ മസാല എല്ലാം ഉപ്പിട്ട് വേവിച്ചത് കാരണം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ഈ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ഒന്ന് ഇളക്കി കൊടുക്കാം. അരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യും. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയില തൂവി കൊടുക്കാം. മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ ഫ്ലേവറാണ് ഈ കുക്കർ ചോറിൽ ഏറ്റവും മുമ്പിൽ ടേസ്റ്റായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മല്ലിയില നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലടിപ്പിക്കാം. കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തത്. ഇനി നമുക്ക് ഈ ഇറച്ചി ചോറ് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ചിക്കൻ ചോറ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇറച്ചി ചോറ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ എല്ലാം ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.